ബിരിയാണി പലതരത്തിലുള്ള ബിരിയാണി ഉണ്ട്. ചിക്കൻ, ഫിഷ്, വെജ് അങ്ങനെ പലതരത്തിലുള്ള ബിരിയാണി ഉണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് കീമ ബിരിയാണി. നെയ്യ് 3-4 ടേബിൾ സ്പൂൺ, അരി ബസ്മതി റൈസ് 2 കപ്പ്, സവാള ഒരെണ്ണത്തിൻ്റെ പകുതി, ഏലക്ക, ഗ്രാമ്പൂ, പട്ട 2 വീതം, ഉപ്പ്, സാറാസ് ബിരിയാണി മിക്സ് 1/2 പാക്കറ്റ്, 1/2 കിലോ ചിക്കൻ കീമ, കുറച്ച് എണ്ണ, തിളച്ച വെള്ളം 3 കപ്പ്. കീമ ബിരിയാണി ഉണ്ടാക്കും. സാധാരണ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ബിരിയാണിക്ക് പ്രത്യേകിച്ച് ഒരു കറിയൊന്നും ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ എല്ലാം വരുന്നുണ്ട്. മസാല വരുന്നുണ്ട്, ചിക്കനോ ഫിഷോ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ വരുന്നുണ്ട്, റൈസ് ഉണ്ട്, എല്ലാം കൂടെ ഒരു ഫുൾ പാക്കായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഇന്ന് ഉണ്ടാക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് സവാള വേണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, അതിലേക്കുള്ള മസാല പൗഡേഴ്സ് ഇതെല്ലാം വേണം. ഇതെല്ലാം ചോപ്പ് ചെയ്യണം, കട്ട് ചെയ്യണം, വഴറ്റിയെടുക്കണം. ഇങ്ങനെ കുറേ സമയമെടുക്കും. കാര്യം നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഫുൾ മീൽ കിട്ടുമെങ്കിലും നമ്മൾ കുറച്ചധികം പണിയെടുക്കണം. പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാറാസ് ബിരിയാണി ഗ്രേവി മിക്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് സവാള മുറിക്കേണ്ട, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊന്നും ശരിയാക്കേണ്ട, അത് ചതക്കേണ്ട, തക്കാളി മുറിക്കേണ്ട, ഇതൊന്നും വഴറ്റുക ഇങ്ങനെ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു കുക്കർ വെച്ചിട്ട് നമുക്ക് റൈസ് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നെയ്യ് ഒഴിക്കാം. അരി വേവിക്കാനുള്ള നെയ്യാണ്. 2 കപ്പ് ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിലേക്ക് 2 കപ്പ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ബസ്മതി റൈസ്. ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഒരു 2 കഷ്ണം ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, 2 ഏലക്ക. ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് കിട്ടും. ഇനി ഒരു സവാളയുടെ പകുതി മതി, മുഴുവൻ വേണം. ചൂടുവെള്ളം ഒഴിക്കാം. അപ്പോൾ 2 കപ്പ് റൈസ് കുക്കാവാൻ വേണ്ടിയിട്ട് കുക്കറിൽ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും 1 കപ്പിന് 1.5 കപ്പാണ്. അപ്പോൾ 2 കപ്പ് അരി ഉള്ളത് കൊണ്ട് നമ്മൾ 3 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ്, അതൊഴിച്ചു. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാള ചേർത്തു, നെയ്യ്, സവാള, അരി, വെള്ളം, ഉപ്പ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം ചേർത്തു. ഇനി ഇത് അടച്ചു വയ്ക്കുക. ഒരു സ്റ്റീം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. പാൻ റെഡി ആയിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കാരണം നമ്മൾ സാറാസ് ബിരിയാണി മസാല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ അതിലുണ്ട്, അധികം ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. സാറാസ് ബിരിയാണി മസാല ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തക്കാളി എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഇതിൽ നമ്മൾ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ എണ്ണ ഒഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സവാള ഇടും, സവാള വഴറ്റണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർക്കണം, തക്കാളി ചേർക്കണം, ഇങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട്. ഇതങ്ങനെയൊന്നുമില്ല, ഈ ഒരു ഗ്രേവി മാത്രം മതി. ഇതൊരു 1/2 പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 പാക്കറ്റ് മുഴുവൻ എടുത്തിട്ടില്ല. കാരണം നമ്മളൊരു 1/2 കിലോ കീമ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും. ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി, നന്നായിട്ട് ഒന്ന്. ഇതിലേക്ക് ചിക്കൻ കീമ, 1/2 കിലോ ചിക്കൻ കീമ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് എടുക്കുക. എന്തായാലും എത്ര വെള്ളം കളഞ്ഞാലും അതിന് കുറച്ച് വെള്ളം വരും. എന്നാലും നമ്മൾ കഴിയുന്ന അത്രയും പിഴിഞ്ഞിട്ട് എടുക്കാൻ നോക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/2 കിലോ കീമ, ചിക്കൻ കീമ ഉണ്ട്. അതിലേക്ക് ബിരിയാണി മസാല മിക്സ് ചെയ്തു. ഈ ഒരു കീമ വേവാനുള്ള ഒരു സമയം മാത്രമേ ഇതിൽ എടുക്കുന്നുള്ളൂ. സാധാരണ ഇതിൽ ഉള്ളി വഴറ്റി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് ബിരിയാണിക്കാവുമ്പോൾ നന്നായിട്ട് വഴറ്റുകയും വേണം. അത്ര സമയമൊന്നും എടുക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ബിരിയാണി സാറാസ് ബിരിയാണി മസാല വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യാം. കീമ ബിരിയാണി ചെയ്യുമ്പോൾ ഇത് നല്ല വെന്തിട്ട് ഇത് ഇപ്പോൾ വേവാനുള്ള വെള്ളമെല്ലാം ഇതിൽ നിന്ന് തന്നെ വരും. അത് കഴിഞ്ഞിട്ട് ഇത് നല്ല ഡ്രൈ ആയിട്ട് വേണം നമുക്കത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അത് നന്നായിട്ടൊന്ന്
വേവാൻ കുറച്ച് സമയം എടുക്കും. സമയം കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. എന്തായാലും ഇത് വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വേണം ഈ മസാല എടുക്കാൻ. ചോറിപ്പോൾ വെന്തിട്ടുണ്ടാവും. നമുക്കത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കീമയും കൂടെ ആയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ആ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആവുന്നവരെ. അപ്പോഴേക്ക് ഇതിൽ ചിക്കൻ ആയതുകൊണ്ട് തന്നെ കീമയാണ്, പെട്ടെന്ന് കുക്കാവും. നമുക്കത് നല്ലൊരു ഡ്രൈ മസാല കിട്ടണം. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അത്ര ഒരു സമയം മാത്രമേ, ഈ ഒരു കീമ കുക്കാവുന്ന സമയം മാത്രമേ. ഇപ്പോൾ റൈസ് പെട്ടെന്ന് കുക്കായി, അതുപോലെ ഇതും കൂടെ ഒന്ന് ആയി കിട്ടിയാൽ നമ്മളെ ബിരിയാണി റെഡിയായി കിട്ടും. സാറാസ് ബിരിയാണി മസാല ചേർക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ സമയം കൊണ്ടൊന്നും പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റില്ല. കാരണം സവാള മുറിക്കണം, സവാള വഴറ്റണം, ഇഞ്ചി വെളുത്തുള്ളി ശരിയാക്കി എടുക്കണം, അതെല്ലാം ചതച്ചെടുക്കണം. അതുപോലെ തക്കാളി, സ്പൈസസ് എല്ലാം ചേർക്കണം, മല്ലിയില, പുതിനയില. പക്ഷെ അതൊന്നും വാങ്ങണ്ടേ, അതൊന്നും സൂക്ഷിക്കണ്ടേ, ഒന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് സാറാസ് ബിരിയാണി മിക്സ് വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഡ്രൈ ആയി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. കീമ ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ സാറാസ് ബിരിയാണി ഗ്രേവി മിക്സ് വെച്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അതിൽ കീമ ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാനിത് ഇനി സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സെറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റിയത്, അല്ലെങ്കിൽ സവാളയൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. ഇത് സെറ്റ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമുക്ക് ഈ ബിരിയാണി മിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു പ്രിസർവേറ്റീവ്സും യൂസ് ചെയ്യുന്നില്ല. സാധാരണ നമുക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് വാങ്ങാനുള്ള പേടി പ്രിസർവേറ്റീവ്സ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഫാസ്റ്റ് റൈസ് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേടുവരാതെ കുറേ കാലം ഇരിക്കുന്നുമുണ്ട്. പിന്നെ ഇത് പൊട്ടിച്ചിട്ട് നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആവശ്യത്തിന് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ അജിനോമോട്ടോ അങ്ങനെയുള്ള ഒന്നും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും അതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, റൈസ് നമ്മൾ ഒരു സ്റ്റീം വരുന്നവരെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ നമുക്ക് ഈ സാധാരണ ബിരിയാണി ദം ചെയ്യുന്ന പോലെ മസാല ഉണ്ടാക്കാം, മസാലയുടെ മുകളിൽ ചോറിടാം, എന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ ദം ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ്. കുറച്ച് നമ്മൾ ദം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് അതെല്ലാം ഇപ്പോൾ ചേർക്കാം. ലൈം ജ്യൂസിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ഗരം മസാല പൗഡർ, മല്ലിയില, പുതിനയില നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്ക് കുറച്ച് കീമ ഇട്ടു. ഇനി റൈസ് മുകളിൽ കുറച്ചുകൂടെ കീമ ഇടാം. 2 ലെയറായിട്ട് ചെയ്യാം. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളങ്ങനെ പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ചൂടോടെ തന്നെ ചെയ്യണം. ആ നെയ്യെല്ലാം ഉരുകി നിൽക്കുന്ന ആ സമയത്ത് തന്നെ ചെയ്യണം. സെറ്റ് ചെയ്തെടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ബിരിയാണി പോലെ തന്നെ ആ ഒരു മസാലയുടെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഒന്നുകിൽ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ദം ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ആവി കയറ്റണം. പക്ഷേ ഇങ്ങനെയുള്ള പാത്രങ്ങൾ നമുക്ക് ആവി കയറ്റാൻ വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന വേറൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ട് അൺമോൾഡ് ചെയ്തതിന് ശേഷം അത് മൈക്രോയിൽ വെച്ചിട്ട് ഒന്ന് മൈക്രോ ചെയ്തെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് ഹൈ പവറിൽ മൈക്രോ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ചൂടുള്ള പാത്രത്തിന് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു നെറ്റ് ഇറക്കി വെച്ചിട്ട് നമ്മൾ ആവി കയറ്റുന്ന പാത്രം ഇറക്കി വെച്ചിട്ട് അതിൽ ഇറക്കി വെച്ച് മൂടി വെച്ചിട്ട് ആവി കയറ്റിയാലും മതി. ഇനി ഇതിനെ നമുക്ക് അൺമോൾഡ് ചെയ്യാം. നല്ല ചൂടുണ്ട്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അൺമോൾഡ് ചെയ്ത് നമുക്ക് മെല്ലെ ഇതെടുത്ത് മാറ്റാം. നമ്മൾ ഏത് ഷേപ്പിലുള്ള പാത്രത്തിലാണോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് കിട്ടും. 2 ലെയർ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു കീമ ബിരിയാണി, അതും വളരെ ഈസി ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറാസ്
ബിരിയാണി മിക്സ് വെച്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറ്റി. അധികം മെനക്കെടൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ ബിരിയാണി ഉണ്ടാക്കാൻ പറയുമ്പോൾ കുറച്ചൊരു ലെങ്തി പ്രോസസ്സാണ്. പക്ഷേ വളരെ ഈസി ആയിട്ട് സാറാസ് ബിരിയാണി മിക്സ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കീമ ബിരിയാണി ഉണ്ടാക്കി. നിങ്ങളും ട്രൈ ചെയ്യുക.